നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്. ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. ഒരു ട്യൂട്ടോറിയൽ കോളേജ് ഉൾപ്പെടെയുണ്ട്. അവിടെ ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കാനുണ്ട്. അവർക്കാർക്കും സഞ്ചരിക്കാനാവാത്ത നിലയിലേക്ക് ഈ റോഡിൻ്റെ അവസ്ഥ മാറിയിരിക്കുകയാണ്. കാരണം ജനങ്ങളൊക്കെ ഒരേപോലെ വരാതെ പറയുന്നു. വർഷങ്ങളായി ഇങ്ങനെ അവസ്ഥയിലായിട്ട്, പക്ഷേ ഇത് പൊളിച്ചിട്ടിട്ട് കുറച്ച് നാളായുള്ളൂ. ഈ പൊളിച്ചിട്ട് മഴയും കൂടെ പെയ്തോടുകൂടി എല്ലാം സമാധാനമായി. കാരണം കല്ലൊക്കെ ഇളവി, ടയർ കയറുമ്പോൾ കല്ല് ഉരുണ്ട് മാറുകയാണ്. 2 കൗൺസിലർമാർ പോയിട്ട് ഇപ്പോൾ അടുത്ത ഇലക്ഷനും വരെയാണ്. എത്ര വർഷമായെന്നറിയാം ഇത് കണക്ക് ആൾക്കാർക്ക് സഞ്ചരിക്കുക. അത് മാത്രമൊന്നുമല്ല, ഇവിടെ തന്നെ 2-3 ഡോക്ടറുണ്ട്. അത് ഇതാ ഇവിടെ തന്നെ ഒന്ന് അങ്ങേ അറ്റത്ത്. അവിടെയാണെങ്കിൽ ഈ മഴ പെയ്ത അമ്മക്ക് അങ്ങേ അറ്റത്ത് വന്ന് നോക്കിയായിരുന്നു. വെള്ളക്കെട്ടല്ലാതെ ഒന്നുമില്ല. ഈ ഇതിൽ കൂടെയാണ് അതിന് നടന്ന് പോകാനായിട്ട് സൈഡിൽ കൂടെ താവൊക്കെടുത്ത് വെച്ചിരിക്കുന്നത്. അതിൽ കൂടെ പറഞ്ഞ് നടക്കി വെള്ളത്തിൽ കൂടെ ഇറങ്ങാൻ നോക്കില്ല. ഇപ്പോൾ വന്ന് നോക്കിയാൽ അവിടെ കംപ്ലീറ്റ് അതാണ് ഇത്. എത്ര പ്രാവശ്യം അപ്പോൾ അവർ പറയുന്നത് ഇവിടെ കുറച്ച് ഭാഗത്ത് താറിടും, അവിടെ ഇൻ്റർലോക്ക് ഇടുക, അത് ഇത് ഈ പറച്ചിലേ ഉള്ളു, ഒന്നും നടക്കുന്നില്ല. അതാണ് അവസ്ഥ. എല്ലാം വാഗ്ദാനങ്ങൾ മാത്രം ഒതുങ്ങുന്നു. വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് കൂടി അടുക്കുന്നു. ഏതായാലും ഇപ്രാവശ്യം ഈ നാട്ടുകാരൊക്കെ തീരുമാനം എടുത്തിട്ടുണ്ട്. കാരണം ഇത്രയും കാലം അവർ അനുഭവിച്ച ഈ വിഷമങ്ങൾക്കെല്ലാം അവർ വോട്ടെടുപ്പിൽ കൂടി പരിഹാരം കാണുമെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ നോട്ടയുടെ കണക്കുകൾ കഴിഞ്ഞ പ്രാവശ്യം ലക്ഷങ്ങൾ പറഞ്ഞിരുന്നു. 10,000 15,000 വോട്ടൊക്കെയാണ് നോട്ടാവുന്നത്. അങ്ങനെ ആവാണ്ടിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ജനങ്ങളുടെ ആവശ്യമാണ്. അവർ ഓരോരുത്തരെ ജയിപ്പിച്ച് വിടുമ്പോഴും അവരുടെ ഉള്ളിലുള്ള ആഗ്രഹം ഒരു ഇതുണ്ടാവും, അയാൾ ശരിയാക്കും. പക്ഷേ അയാൾ പോയി, അടുത്ത ആൾ വന്നു, അടുത്ത ലക്ഷം വന്നു, ഒന്നിനും ഒരു മാറ്റവുമില്ല.